ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മിക്സഡ് ഫ്രൈഡ് റൈസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മിക്സഡ് ഫ്രൈഡ് റൈസ് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ്. ഇതൊരു ചൈനീസ് ഡിഷാണ് എങ്കിൽ കൂടി നമുക്കൊക്കെ ഇത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഞാനിത് കാണിച്ചിരിക്കുന്ന വീഡിയോസ് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ തീരെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ഫ്രൈഡ് റൈസിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം കേട്ടോ. ഇതാ ഞാൻ ബോൺലെസ് പീസ് ചിക്കൻ ആദ്യം തന്നെ റെഡിയാക്കാൻ പോവാണ്. കണ്ടോ, ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണേ. ഞാൻ കട്ട് ചെയ്യുന്ന രീതി കണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ഒരു മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അല്പം കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിതാ 1 കപ്പ് ബസുമതി റൈസാണ്, ലോങ് ഗ്രെയിൻ റൈസ് എന്ന് പറയും. അത് ഒരു കപ്പ് കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അരമണിക്കൂർ നേരം സോക്ക് ചെയ്യണം കേട്ടോ. ആ സമയം കൊണ്ട് ഇതാ വെള്ളം ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം എന്താ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അരമണിക്കൂർ ഏകദേശം കഴിഞ്ഞു. ഞാൻ ഈ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ അരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ അരി അധികം നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് എവിടെയും പോരുത്. നന്നായിട്ടൊന്ന് ഇതാ വെട്ടി തിളച്ച് വരുമ്പോഴേക്ക് തന്നെ ഇത് വേവും. നമുക്ക് അത്ര വേവ് മതി. ഒരു 60 മുതൽ 70% വരെ മുഴുവനായിട്ട് വെന്ത് പോകരുത്. ഇത് നമ്മൾ ഊറ്റിയാലും ഒന്ന് അവിടെ കിടന്ന് പിന്നീടും ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഏകദേശം ഒരു പകുതി വേവ് ആവുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ എടുത്ത് ഊറ്റാം കേട്ടോ. അരി ഈ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഒന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പം നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസൊക്കെ കടയിൽ നിന്ന് റെസ്റ്റോറൻറ്റൊക്കെ പോയി കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കണ്ടില്ലേ, ഫ്രൈഡ് റൈസിൻ്റെ ആ റൈസ് അതിലിങ്ങനെ നേരെ നിവർന്ന് നിൽക്കല്ല. ഇത് നീളം കൂടിയ അരിയാണല്ലോ, അപ്പോൾ അത് അങ്ങനെ തന്നെ നിൽക്കണം. നമ്മൾ ശരിക്കും ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഇത് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരിയുടെ വേവ് ഈ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റിനെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. അപ്പം ഈ അരി നമ്മൾ കറക്റ്റ് സമയത്ത് ഊറ്റി ആ വേവ് കറക്റ്റായി കിട്ടിയാലേ നമ്മളെ ഫ്രൈഡ് റൈസിന് അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് ഇത് അധികം വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയൊരു മൂടിയിലേക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ പരത്തിയിടുക ചെയ്യുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചീനച്ചട്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഫ്രൈഡ് റൈസ് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അത് നന്നായി ഇളക്കി എടുക്കണമെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടി വേണം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഏകദേശം ഒരു അരമണിക്കൂർ കൂടുതൽ ഞാൻ മാഗ്നേഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കന്നെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. കാരണം വളരെ ചെറിയ തിന്നായിട്ടല്ലേ നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ബോൺലെസ് പീസുമാണിത്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ടയാണ്. 2 മുട്ട ഞാൻ ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണത്, നന്നായി ഇങ്ങനെ ചിക്കി എടുക്കണം അതിൽ കിടന്ന്. പിന്നെ ഞാൻ പ്രോൺസ് അന്വേഷിച്ച് ഇന്ന് കുറേ നടന്നു കേട്ടോ. പക്ഷെ നല്ല പ്രോൺസ് കിട്ടാത്തത് കൊണ്ടാണ് ഇതിലിടാത്തത്. അപ്പോൾ എൻ്റെ ഈ മിക്സഡ് ഫ്രൈഡ് റൈസിൽ ഒരു പ്രോൺസിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കുക. നിങ്ങൾ ഈ സ്റ്റേജിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ മുട്ട ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് പ്രോൺസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാൽ മതി പ്രോൺസ് കിട്ടിയാൽ. ഇത് ഞാനൊരു 6 അല്ലി ഗാർലിക്കാണ്, ഒരുപാടൊന്നും വേണ്ട ഗാർലിക്ക്. ഒരു 6 അല്ലി ഗാർലിക്, വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. അതൊന്നും ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി.
ഒരുപാട് അങ്ങ് റോസ്റ്റായി പോകുമൊന്നും വേണ്ട. എല്ലാം ഒന്ന് ഒരു എന്താ പറയുക, ഫ്രൈഡ് റൈസിൽ അങ്ങനെയാണല്ലോ, മൊത്തം ഒന്ന് വെന്ത് കുഴയുന്നൊരു പരുവല്ല, ഒരു ഹാഫ് ബോയിലാണ്. ഇത് ഉള്ളിത്തണ്ടാണ്, ഉള്ളിയുടെ വൈറ്റ് പോർഷനാണിത്. മുകളിലേക്കുള്ള ലീഫി ഞാൻ ലാസ്റ്റ് ഇടാനായിട്ട് പച്ച കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സെലറിയാണ്, സെലറിയുടെ തണ്ടാണ്. സെലറിയുടെ ഇല അതുപോലെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു സവാള ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്, ഇല പോലെ ഇങ്ങോട്ട് പറിച്ചെടുത്തതാണ് അതിൻ്റെ മുകളിൽ നിന്ന്. സവാള നമുക്ക് പല ഇഷ്ടത്തിൽ നമ്മൾ ഇഷ്ടപ്രകാരം കട്ട് ചെയ്തെടുക്കാമല്ലോ. ഈ ഫ്രൈഡ് റൈസിൽ ഇതിങ്ങനെ നീളത്തിൽ കുറച്ച് വലുപ്പത്തിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് ഇടാവുന്നതുമാണ്. ഇത് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ക്യാരറ്റ്, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ യെല്ലോ ക്യാപ്സിക്കം, 3 കളർ ക്യാപ്സിക്കം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ വയലറ്റ് ക്യാബേജും ഗ്രീൻ ക്യാബേജൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ടെന്ന് കരുതി അതൊക്കെ ഒഴിവാക്കിയതാണ്. കുറച്ച് ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീൻസ് ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ക്യാബേജിനെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി ബീൻസ് ആഡ് ചെയ്തു. ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാം ഒന്ന് വാടി കിട്ടണം. ഒരു നുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിൽ ലേശം ഒന്ന് ഉപ്പ് പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം അരിയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചതെങ്കിലും ഇതിലും കുറച്ച് ഉപ്പ് വേണം. അധികം ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എല്ലാത്തിലും ഉപ്പാവുമ്പം മൊത്തം കൂടി ചേരുന്ന സമയത്ത് ഉപ്പ് കൂടി പോവും. അപ്പം നോക്കണം. ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ 2 പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1.5 വേണം, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേണ്ടത് റെഡ് ചില്ലി സോസാണ്. ആ റെഡ് ചില്ലി സോസും 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റെഡ് ചില്ലി സോസ്. എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഇതാണ്, കുറച്ച് റെഡ് കളർ. ഇനിയിപ്പോൾ റെഡ് കളർ നിങ്ങൾക്ക് കുറച്ച് മതി വേണ്ടാന്നുള്ളതാണെങ്കിൽ ഇതിന് പകരം ഗ്രീൻ ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ റെഡ് ചില്ലി സോസും ആഡ് ചെയ്തു എന്നുള്ളൂ. പിന്നെ ഇത്ര റെഡ് കളർ വേണ്ടാന്നുള്ളതാണെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്താൽ മതി. നന്നായിട്ട് ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് അടിയിൽ നിന്ന് നന്നായി ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കരുത്. ഇനി നമുക്ക് റൈസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാനുള്ളതാണ്. ഇത് ഏകദേശം ഈ ഒരു പരുവം ആയാൽ മതി കേട്ടോ. ഇനി ഇതിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കുരുമുളക് പൊടി ഞാൻ എടുക്കട്ടെ. അതും അത്യാവശ്യം എരിവിനനുസരിച്ചിട്ട്. ഇതിപ്പം ഈ ബ്ലാക്ക് പെപ്പറിൻ്റെ കളറ് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പെപ്പറും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രൈഡ് റൈസിൽ അധികം റെസ്റ്റോറൻറ്റിലൊക്കെ വൈറ്റ് പെപ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. എൻ്റെ അടുത്ത് കുരുമുളക് മണിയായിരുന്നു, ഞാനത് പൊടിച്ചെടുത്തുകൊണ്ടാണ്. വൈറ്റ് പെപ്പർ നമുക്ക് പാക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇതിന് ഞാൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ റൈസും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. 1 കപ്പ് റൈസ് ഉണ്ട്, പക്ഷെ അത് മുഴുവൻ ആഡ് ചെയ്യുന്നില്ല. ഈ ചട്ടിയുടെ വലുപ്പത്തിൽ ഇതിൽ ഏകദേശം ഒരു 1/4 ഭാഗമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇളക്കാൻ പറ്റില്ല. ഞാൻ ഈ റൈസ് ഊറ്റിയതിന് ശേഷമില്ലേ 1/2 മണിക്കൂർ നേരം ഫാനിൻ്റെ ചുവട്ടിലാണ് കേട്ടോ വെച്ചത്. ഞാൻ ആ വലിയ മൂടിയിലേക്ക് ഇട്ടിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ ഇട്ടിട്ട് നന്നായി തണുത്തിട്ടുള്ള അരിയാണ്. ഇത് ഇളക്കി കൊടുത്ത് നോക്കിയിട്ട് ഇതിൽ ഇനി കുറച്ചും കൂടി ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കപ്പ്, ചെറിയ കപ്പിന് 1 കപ്പ് കൂടി അരി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് ആണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ്. വിനാഗിരിയാണ് അത്. ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ അജിനാമോട്ടോ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. ചൈനീസ് വിഭവങ്ങൾ സാധാരണ അജിനാമോട്ടോ ഒക്കെ യൂസ് ചെയ്യും, പക്ഷെ നമ്മളത് യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിന് പകരം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫ്രൈഡ് റൈസ് ആണല്ലോ, ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പം കിട്ടുന്നതാണ് ടേസ്റ്റാണ് ഇതിൻ്റെ
പ്രത്യേകത എന്ന് പറയുന്നത്. ഉപ്പ് കുറവാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ചൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു പൊടിക്ക് കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിൽ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണെങ്കിൽ കൂടിയും ആ വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറവാണ്. ഇത് ഞാൻ സെലറിയുടെ ലീഫും പിന്നെ സ്പ്രിങ് ഓണിയൻ്റെ ഇലയും, സ്പ്രിങ് ഓണിയൻ്റെ ആ ഇല ഉണ്ടല്ലോ പച്ചക്കള, അത് രണ്ടും കൂടിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസിൽ സാധാരണ ആ സെലറിയും പിന്നെ സ്പ്രിങ് ഓണിയനാണ് ഇടാറ്, മല്ലിയില ഇടാറില്ല കേട്ടോ. ഇത് റൈസ് ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 5 മിനിറ്റ് നേരം ഇങ്ങനെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യത്തിന് ഓയിലൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് ഓയിലി ആയിട്ടല്ല, നമ്മൾ ഈ ഇതിൽ ഓയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഇത് സീസേം ഓയിലാണ്, എള്ളെണ്ണ. ഇത് ഈ ഫ്രൈഡ് റൈസിന് പ്രത്യേകമായൊരു ഫ്ലേവർ നൽകുന്നതാണ്, ഇതിൽ ഒഴിച്ചു വിടാൻ പറ്റാത്തതാണ്. അപ്പോൾ അതാ എൻ്റെ മിക്സഡ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, സെർവ് ചെയ്യാൻ റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.